മലമ്പുഴ ഗവൺമെന്റ് ഐടിയുടെ ഒഫീഷ്യൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സനൂഫ്, മലമ്പുഴ ഗവൺമെന്റ് ഐടിയിൽ ഫിറ്റഡ് ട്രേഡിലെ ഗസ്റ്റ് ജൂനിയർ ഇൻസ്ട്രക്ടറാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് സ്ലിംഗ് ലോഡ് ഫോർ ഷിഫ്റ്റിംഗ് എന്നതിൻ്റെ ഒന്നാം ഭാഗമാണ്. ഒബ്ജക്റ്റീവ്സ്. At the end of this lesson, you shall be able to state different type of slinging arrangement, state the common types of chain sling, mention different types of fastening bolts, hooks, lifting clamps, etc. സ്ലിംഗിങ് അറേഞ്ച്മെന്റിന്റെ വിവിധ തരം നമുക്ക് നോക്കാം. ചെയിൻ സ്ലിംഗിന്റെ പൊതുവായി ഉപയോഗിച്ചു വരുന്ന ടൈപ്സ് നോക്കാം. ഫാസ്റ്റനിങ് ബോൾട്സ്, ഹൂക്സ്, ലിഫ്റ്റ് ക്ലാംപ്സ് എന്നിവയുടെയൊക്കെ വിവിധ തരങ്ങളിലുള്ള കാര്യങ്ങൾ നോക്കാം. Slinging is an important skill in lifting and shifting load in industrial practices. ഇൻഡസ്ട്രിയിലെ ലോഡ്സിനെ നമുക്ക് ഉയർത്താനും അതുപോലെ മാറ്റി വയ്ക്കുവാനും ഒക്കെ ഒരു ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നൈപുണ്യത്തിനെയാണ് നമ്മൾ സ്ലിംഗിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലിങ്സ് ആർ മെയ്ഡ് വിത്ത് ഫൈബർ റോപ്പ്, മാനില, സീസൽ, നെയ്ലോൺ, ടെറിലീൻ, പോളിപ്രോപ്പിലീൻ, ചെയിൻ, വയർ റോപ്പ് എക്സെട്ര. അപ്പോൾ സ്ലിങ്സ് നമുക്ക് ഫൈബർ റോപ്പ് കൊണ്ട്, ഫൈബർ നാര്, അതിൻ്റെ നാര് കൊണ്ടിട്ടുള്ള റോപ്പ് കൊണ്ടിട്ട് നമുക്ക് നിർമ്മിക്കാം. അതുപോലെ മനില, സീസൻ, നെയ്ലോൺ, ടെറിലീൻ, പോളിപ്രോപ്പിലീൻ എന്നീ മെറ്റീരിയൽ കൊണ്ടുള്ള ചെയിനായിട്ട് നമുക്ക് നിർമ്മിക്കാം. വയർ പോലെയുള്ള റോപ്സ് ആയിട്ട് നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. Other appliances like hooks, eye bolts, shackles, lifting clamps, etc. are used to make a sling considering the type of the load. അപ്പോൾ നമ്മൾ ഉയർത്താൻ പോകുന്ന ലോഡ് ഏതാണോ അതിനനുസൃതമായിട്ടുള്ള നമുക്ക് സ്ലിങ്സ് നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. അതിനാവശ്യമായിട്ട് അപ്പോൾ ഓരോ ആവശ്യങ്ങൾക്ക് അനുസൃതമായി നമുക്ക് ഹൂക്സ്, അതേപോലെ ഐ ബോൾട്സ്, ഷാക്കിൾസ് നമുക്ക് ചിത്രത്തിൽ കാണാം. ഒരു യു ഷേപ്പ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, അത് ബോൾട്ട് വെച്ചിട്ട് ലോക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ഷാക്കിൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ഐ ബോൾട്ട് എന്താണെന്ന് അറിയാം, ഹൂക്ക് എന്താണെന്ന് അറിയാം, അതുപോലെ ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്ലാംപ്സ് എന്നിവയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് സ്ലിംഗിൽ. ഇത് ചെയിൻ സ്ലിംഗ് നോക്കാം. ചെയിൻ ലിങ്ക്സ് ആർ ഫാബ്രിക്കേറ്റഡ് ബൈ വെൽഡിംഗ് ഫ്രം കാർബൺ ഓർ അലോയ്ഡ് സ്റ്റീൽ. ലിങ്ക്സ് ആർ ഫോംഡ് ടു the shape and welded together to form a chain. അപ്പോൾ നമുക്ക് ചിത്രത്തിൽ കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു ലിങ്ക് എന്നാൽ എന്താണെന്ന്. അപ്പോൾ ഈ ലിങ്ക്സ് വെൽഡിങ് ചെയ്തിട്ട് ആണ് ഇതിനെ നമ്മൾ നിർമ്മിക്കുന്നത്. ലൈക്ക് കാർബൺ അല്ലെങ്കിൽ അലോയ്ഡ് സ്റ്റീലോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ നിർമ്മിച്ചിട്ടുള്ളത്. ഫാബ്രിക്കേഷൻ ആണ് നമ്മൾ സാധാരണ രീതിയിൽ ഫാബ്രിക്കേഷൻ എന്ന് പറയുമ്പോൾ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ഓരോ ലിങ്ക്സും. അപ്പോൾ ലിങ്ക്സ് ആർ ഫോംഡ് ടു ദ ഷേപ്പ് ആൻഡ് വെൽഡഡ് ടുഗദർ ടു ഫോം എ ചെയിൻ. അപ്പോൾ അത് ഓരോ ഷേപ്പിൽ വെച്ചിട്ട് ഓരോന്നും ബന്ധിപ്പിച്ച് വെക്കും നമ്മൾ. എന്നിട്ട് അത് ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ ഷേപ്പിൽ വെച്ചിട്ട് നമ്മൾ അത് അവിടെ ആ പൊസിഷനിൽ തന്നെ നമ്മൾ വെൽഡ് ചെയ്യും എന്ന് പറയുമ്പോൾ ഓരോ ലിങ്കും സെപ്പറേറ്റ് ആയിട്ടാണ് വെൽഡ് ചെയ്തിരിക്കുക. ഒരു ലിങ്ക് മറ്റൊരു ലിങ്കിലേക്കല്ല വെൽഡ് ചെയ്യുന്നത്. ഓരോ ലിങ്കും മറ്റൊരു ലിങ്കിലെ ഉള്ളിലൂടെ വെച്ച ശേഷം നമ്മൾ അത് ലിങ്ക് ചെയ്ത് അതിനെ ലോക്ക് ചെയ്യുമെന്നുള്ളത്. പക്ഷെ ലിങ്കുകൾ തമ്മിൽ പരസ്പരം നമുക്ക് ഫുള്ളായിട്ട് മൂവ്മെന്റ്സ് ചെയ്യാൻ പറ്റും. ചെയിൻ സ്ലിങ്സ് ആർ of different types, namely single leg chain, അതാണ് നമ്മളിപ്പോൾ ഫിഗറിൽ കണ്ടത്. ഡബിൾ ലെഗ് ചെയിൻ, 4 leg chain and less chain. ചെയിൻ സ്ലിങ്സ് വിവിധ തരത്തിലുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ 4 തരമാണ് ഉള്ളത്. ആദ്യത്തെയാണ് നമുക്ക് കാണാം മാസ്റ്റർ ലിങ്ക്. ചിത്രത്തിൽ നോക്കാം, മാസ്റ്റർ ലിങ്ക് ഉണ്ട്, അതിനുശേഷം ഒരു ഇന്റർമീഡിയറ്റ് ലിങ്ക്, പിന്നെ ജോയിനിങ് ലിങ്ക്സ് എന്നുള്ളത്. അതായത് മാസ്റ്റർ ലിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആദ്യത്തെ ലിങ്ക് അത് കുറച്ച് ബലമുള്ളതായിരിക്കണം. അപ്പോൾ മാത്രമേ നമ്മളിപ്പോൾ ലോഡ് ഉയർത്തുമ്പോൾ ഏറ്റവും താഴെ ആയിരിക്കും ലോഡ്, പക്ഷെ എന്നാലും നമ്മൾ ഈ പിടിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ
അതിൻ്റെ മറ്റൊരു അറ്റം, അവസാനത്തെ അറ്റം എന്ന് പറയുന്നത് അത് കൂടുതൽ ബലമുള്ളതായിരിക്കണം. അതാണ് മാസ്റ്റർ ലിങ്ക് എന്ന് പറയുന്നത്. അതിനുശേഷമുള്ളതാണ് ഇന്റർമീഡിയറ്റ് ലിങ്ക്സ്. ആ ഓരോ ഇന്റർമീഡിയറ്റ് ലിങ്ക്സും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജോയിനിങ് ലിങ്ക്സ് ഉള്ളത്. അപ്പോൾ ഓരോന്നും ഓരോ ഷേപ്പ് അല്ലെങ്കിൽ ഓരോ വെയിറ്റും ഓരോ അളവുകളൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലാം ഒരേ അളവിലുള്ള ലിങ്ക്സ് അല്ല എന്നുള്ളതാണ്. ജോയിനിങ് ലിങ്കിന് ഒരളവ്, ഇന്റർമീഡിയറ്റ് ലിങ്ക് കുറച്ചും കൂടെ വലുപ്പം കൂടുതലായിരിക്കും. മാസ്റ്റർ ലിങ്ക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വലുപ്പം കൂടുതൽ. അപ്പോൾ വലുപ്പം കൂടുന്നത് എന്ന് പറയുമ്പോൾ നമ്മളുടെ ശക്തി കൂടുന്നത് എന്നുള്ളതാണ്, ബലം കൂടുന്നതും എന്നുള്ളതാണ്. A chain will have the following components: master link, intermediate link, joining link, chain hook. നമ്മൾ ചിത്രത്തിൽ കണ്ടിരുന്നു. ഹൂക്ക്, ചെയിൻ ഹൂക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും അവസാനം ലോഡ് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഹുക്ക്. അതൊരു യു ഷേപ്പ് ഓപ്പണിംഗ് നമുക്കറിയാം, അതാണ് ഹുക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ചിത്രത്തിൽ കാണാം, ഫിഗർ 2 നമുക്ക് കാണാം, ഏറ്റവും അറ്റത്ത്, ചെയിനിന്റെ അറ്റത്ത് കാണുന്ന ആ ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ ചെയിൻ ഹൂക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചെയിനിന്റെ രണ്ട് അറ്റങ്ങൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് അതിനെയാണ്, ദൂരത്തിനെയാണ് നമ്മൾ ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഫിഗർ 2 നമുക്ക് കാണാം, ഇതിനെയാണ് നമ്മൾ 2 leg ചെയിൻ സ്ലിംഗ് എന്ന് പറയുന്നത്. റിംഗ് ഓർ ലിങ്ക് അറ്റ് വൺ എൻഡ്, ഹൂക്സ് അറ്റ് ദ അതർ എൻഡ്. അപ്പോൾ അതിന് എന്തുകൊണ്ടാണ് 2 leg ചെയിൻ സ്ലിംഗ് എന്ന് പറയുന്നത് വെച്ചാൽ, ഒരു റിംഗ് ഉണ്ടാവും. നമുക്ക് കാണാം റിംഗ്, ആദ്യം ഒരു റിംഗിലാണ് ഈ ചെയിൻ വെച്ചിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഏറ്റവും അറ്റത്ത് നമുക്ക് കാണാം ഹൂക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് 2 leg ചെയിൻ സ്ലിംഗ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു റിങ്ങിൽ നിന്നും 2 ചെയിൻ വരുന്നുണ്ട്. അപ്പോൾ 2 കാല് പോലെയാണ് നമുക്കത് കാണുമ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് 2 leg ചെയിൻ സ്ലിംഗ് എന്ന് പറയാം. ഇനി 4 leg ചെയിൻ സ്ലിംഗ് ഉണ്ട്. അപ്പോൾ റിംഗ് ഓർ ലിങ്ക് അറ്റ് വൺ എൻഡ്, ഹൂക്സ് അറ്റ് ദ അതർ എൻഡ്. അതും പഴയ പോലെ തന്നെയാണ്, ഒരു അറ്റത്ത് റിങ്ങും മറ്ററ്റത്ത് ഹൂക്കും ആയിരിക്കും. ഇവിടെ 4 എണ്ണം ഉണ്ട്, അതുകൊണ്ട് 4 leg ചെയിൻ സ്ലിംഗ് എന്ന് പറയാം. ഇനി എൻഡ്ലെസ് ചെയിൻ സ്ലിംഗ് എന്ന് പറയാം. അതിന് ഒരു അറ്റമില്ല. ഓക്കെ, അത് ഒരു റിങ് പോലെയാണ്, കംപ്ലീറ്റ് സർക്കിൾ ആയിട്ട് അത് ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ 2 അറ്റം എന്ന് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, സർക്കംഫറൻഷ്യൽ ലെങ്ത്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളൊരു സർക്കിളിൻ്റെ പെരിമീറ്റർ എടുക്കുന്നത് പോലെ ആയിരിക്കും ഇതിൻ്റെ ലെങ്ത് നമ്മൾ എടുക്കുക. ഇതിനെയാണ് നമ്മൾ എൻഡ്ലെസ് ചെയിൻ സ്ലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ലിങ്സ് നിർമ്മിക്കാറുള്ളത് 3 തരത്തിലാണ്. ഒന്ന് ഫൈബർ റോപ്പ് കൊണ്ട്, അല്ലെങ്കിൽ ചെയിൻ സ്ലിംഗ്, അല്ലെങ്കിൽ വയർ റോപ്പ് സ്ലിംഗ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയിൻ സ്ലിങ്സിനെ കുറിച്ച് നോക്കി. ഇനി നമുക്ക് വയർ റോപ്പ് സ്ലിങ്സിനെ കുറിച്ച് നോക്കാം. Wire rope slings are made of steel wire rope to form I-thimble mechanically spliced, which accommodates a master ring on one side and a plain I-hook is known as single-legged sling. അപ്പോൾ ഫിഗർ 5A നമുക്ക് നോക്കാം. അതിൽ അതാണ് ആദ്യത്തെ സിംഗിൾ ലെഗ് സ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സ്ലിങ്സ് അതിൻ്റെ പ്രധാനപ്പെട്ടത് സ്റ്റീൽ വയർ കൊണ്ടിട്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. റോഡല്ല, വയറാണ്. അപ്പോൾ അത് ഫ്ലെക്സിബിൾ ആണ്. അങ്ങനത്തെ ഒരു സ്റ്റീൽ വയർ കൊണ്ടിട്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ 2 അറ്റത്തും ഒരു ഐ തിമ്പിൾ ഉണ്ടാവും. അപ്പോൾ ഐ തിമ്പിൾ പറയുമ്പോൾ നമുക്ക് ചിത്രത്തിൽ കാണാം. തിമ്പിൾ പറഞ്ഞ ഷേപ്പ്, തിമ്പിൾ പറയുന്നത് ഈ അതിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും. അത് നമുക്ക് കാണാം. നമ്മുടെ ഈ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളത് ഒരു ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മുടെ കൈ മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഹോൾസ് ഇട്ടിട്ടുണ്ടാവും. പക്ഷെ അതേസമയം ഒരു സൈഡ് ഷാർപ്പും മറ്റൊരു സൈഡ് സ്മൂത്തും ആയിട്ടുണ്ടാവും. നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇതിനാണ് നമ്മൾ തിമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റീൽ വയറിൻ്റെ 2 അറ്റത്ത് ഒരു ഐ തിമ്പിൾ പറയുമ്പോൾ റൗണ്ട് ആയിട്ടുള്ള ഒരു ഇതുപോലത്തെ ഒരു ഷേപ്പിൽ ഒരു തിമ്പിൾ ഉണ്ടാവും. അപ്പോൾ അത് മെക്കാനിക്കലി ആയിട്ടാണ് അത് വെച്ചിട്ടുള്ളത്. അതായത് വെൽഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ജസ്റ്റ് അത് മെക്കാനിക്കലി ആയിട്ട് അതിൽ ജസ്റ്റ് അത് വെച്ചിരിക്കുകയാണ് 2 അറ്റത്ത്. ആ 2 അറ്റത്ത് ഒരറ്റത്ത് മാസ്റ്റർ റിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, മറ്റൊരു അറ്റത്ത് ഒരു ഐ ഷേപ്ഡ് ഹൂക്ക്, നമ്മൾ മുമ്പ് കണ്ട ഹൂക്ക് തന്നെയാണ് ഐ ഹൂക്ക് വെച്ചിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ സിംഗിൾ ലെഗ്ഡ് സ്ലിംഗ് എന്ന് പറയുന്നത്. സിമിലർലി 2 legged, 3 legged and 4 legged slings are shown in figure 5B, C and D respectively. അപ്പോൾ നമുക്ക് കാണാം
ഇതേ തന്നെയാണ് ഇതിൽ രണ്ടെണ്ണം വെക്കുമ്പോൾ അത് 2 legged, പിന്നെ 3, പിന്നെ 4 എന്നുള്ള രീതിയിൽ അത് വരുന്നത്. A few other slings like sling with safety swivel hook, D-shackle and plate lifting clamp with effective length are shown in figure 6A, B and C respectively. അപ്പോൾ വയർ റോപ്പ് സ്ലിങ്സിൽ തന്നെ മറ്റൊരു തരത്തിലുള്ള വേറൊരു ടൈപ്പാണ് ഈ സേഫ്റ്റി സ്വൈവൽ ഹുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫിഗർ എയിലേക്ക് നമുക്ക് നോക്കാം. അതിൽ ഈ റിങ് പഴയതുപോലെ തന്നെയാണ്. ഈ ഹുക്കിൻ്റെ അവിടെ പഴയ ജസ്റ്റ് ഒരു ഹുക്കല്ല, പക്ഷേ ഇവിടെ ഒരു സേഫ്റ്റി സ്വൈവൽ ഹുക്ക്. അപ്പോൾ സ്വൈവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഫിഗറിൽ നോക്കാം. ഇതിനെയാണ് നമ്മൾ ഫിഗറിൽ നമുക്ക് കാണാം, അതിനാണ് സ്വൈവൽ എന്ന്. സ്വൈവൽ പറയുമ്പോൾ നമുക്കത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഈ റിങ്, അതിൽ കാണുന്ന ആ റിങ്ങിൽ നമ്മൾ പിടിക്കുമ്പോൾ താഴത്തെ ഭാഗം മൊത്തമായിട്ട് 360 ഡിഗ്രി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനെയാണ് സ്വൈവൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പായിട്ടുള്ള ഒരു ഹുക്കാണ് ഇത്. എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മൾ ലോഡ് ഉയർത്തുമ്പോൾ നമ്മൾക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനായിട്ട് നമുക്ക് ഈ ഹുക്ക് തിരിയേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ ആ ആപ്ലിക്കേഷനിലൊക്കെ നമുക്ക് ഇത്തരം സേഫ്റ്റി സ്വൈവൽ ഹുക്സ് ഉപയോഗിക്കാം. പിന്നെ D-shackle ആൻഡ് പ്ലേറ്റ് D-shackle ഹുക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഷാക്കിൾ എന്ന് പറഞ്ഞാൽ ചങ്ങലയാണ് യഥാർത്ഥത്തിൽ. പക്ഷെ ഇവിടെ അത് ഉദ്ദേശിച്ചിട്ടുള്ളത്, അപ്പോൾ അറ്റത്ത് നമുക്കൊരു യു ഷേപ്ഡ് ആയിട്ടുള്ളൊരു ഇത് നമുക്ക് കാണാം. അപ്പോൾ അതിനെയാണ് നമ്മൾ ഷാക്കിൾ, നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ ഷാക്കിൾ. അപ്പോൾ അതിൽ ആ ഒരു അതായത് മറ്റൊരു അറ്റത്ത് ഈ നമ്മൾ പറഞ്ഞു ആദ്യം 2 ടൈപ്പ് ഷാക്കിൾ ഉണ്ട്, ബോ ഷാക്കിൾ, പിന്നെ ഒരു തരത്തിലുള്ള ഷാക്കിൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഷാക്കിൾ മറ്റൊരു അറ്റത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരു ടൈപ്പ് ഓഫ് വയർ റോപ്പ് സ്ലിംഗ് ആണ് പ്ലേറ്റ് ലിഫ്റ്റിംഗ് ക്ലാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് നോക്കാം, അറ്റത്ത് വന്നിട്ട് ഒരു ക്ലാമ്പ് ആണ് യഥാർത്ഥത്തിൽ. അതിൽ നമുക്ക് ഈ ഒരു പ്ലേറ്റുകളൊക്കെ നമുക്ക് ഉയർത്തണമെങ്കിൽ നമുക്ക് ഈ ഹൂക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ഹൂക്ക് വേണമെങ്കിൽ അതിൽ ഹോൾ വേണം ഉയർത്തേണ്ട ലോഡിൽ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫസ് ആണെങ്കിൽ നമ്മൾ അതിനെ ഉയർത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കാണാം ചിത്രത്തിൽ, അതിന് ഇടയിൽ നമ്മൾ ആ ഒരു ഇപ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള പ്ലേറ്റിനെ നമുക്ക് കയറ്റി വെച്ച ശേഷം ആ താഴത്തെ ഭാഗം ഉയർത്തി ലോക്കാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിനെ ഉയർത്തി കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ്. Some other types of single part rope slings include plain loop on both ends. അത് ഫിഗർ 7A നമുക്ക് നോക്കാം. വേറൊരു തരത്തിലുള്ള ഒരു റോപ്പ് സ്ലിംഗ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്, സിംഗിൾ പാർട്ട് എന്ന് പറയാം. ഇതിന് ഒരു റോപ്പ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ റൗണ്ട്, 2 അറ്റത്തുള്ള ആ ലൂപ്പിനെയാണ്, റൗണ്ട് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയുന്നത്. മറ്റൊരു തരം നമുക്ക് നോക്കാം, ബാസ്ക്കറ്റ് ഹിച്ച് 7B, അതുപോലെ ചോക്കർ ഹിച്ച്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബാസ്ക്കറ്റ് പോലെയുള്ള ഒരു ഷേപ്പ് ആയതുകൊണ്ട് അതിനെ ബാസ്ക്കറ്റ് എന്ന് വിളിക്കാം. ചോക്കർ ഹിച്ച് എന്ന് പറയുമ്പോൾ അത് വന്നിട്ട് ജസ്റ്റ് ഒരു റോപ്പാണ്, സാധാരണ ഒരു കയർ തന്നെയാണ്. അപ്പോൾ ആ കയറിൽ ഈ ചെറിയ ചെറിയ ലോഡുകൾ, വെയിറ്റ് അധികം ഇല്ലാത്ത ലോഡുകളൊക്കെ ഉയർത്താൻ ഇത്തരം ടൈപ്പ് ഓഫ് സ്ലിങ്സിനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. Following points are to be noticed and followed strictly. Fiber rope sling should be used only for lifting and shifting lighter loads. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ഈ താഴെ പറയുന്ന പോയിന്റ്സ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. അത് സ്ട്രിക്റ്റ് ആയിട്ട് അതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം മുൻപ് പറഞ്ഞത് തന്നെയാണ്. അതായത് ഇപ്പോൾ ഫൈബർ കൊണ്ടിട്ടുള്ള റോപ്പ്, അതായത് നമ്മൾ ജസ്റ്റ് മുമ്പ് നമ്മൾ നോക്കിയല്ലോ, അത്തരം റോപ്പ് കയർ എന്നുള്ളത് ഒരു ഫൈബർ റോപ്പ് തന്നെയാണ്. അപ്പോൾ അത്തരം റോപ്പ് സ്ലിങ്സ് ഒക്കെ നമ്മൾ ചെറിയ ലോഡ്സ്, അതായത് വെയിറ്റ് കുറഞ്ഞ ലോഡ്സ് ലിഫ്റ്റ് ചെയ്യാനും നീക്കിക്കൊണ്ട് വെക്കാനും ഒക്കെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇൻ കേസ് ഓഫ് ഷാർപ്പ് എഡ്ജസ് യൂസ് സോഫ്റ്റ് പാഡ്സ്, പാക്കർ, വുഡൻ ബ്ലോക്സ്. ഓക്കെ, നമ്മൾ ഫിഗർ 8 നമുക്ക് നോക്കാം. ടു പ്രൊട്ടക്ട് ദ സ്ലിംഗ് ആൻഡ് ദ എഡ്ജസ് ഓഫ് ദ ലോഡ് ആസ് വെൽ. അതായത് ഇപ്പോൾ നമുക്ക് ഷാർപ്പ് എഡ്ജസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉയർത്തുന്ന സമയത്ത് നമുക്ക് നോക്കാം, ഇപ്പോൾ നമ്മളുടെ ആ ഒരു ഉയർത്തേണ്ട ആ ലോഡിന് നമുക്ക് നോക്കാം, ആ 4 അറ്റത്തിൽ ഷാർപ്പ് കോർണേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത്തരം കോർണേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളുടെ ഉയർത്തേണ്ട ഈ റോപ്പ്
അതിൽ ഈ കോർണർ ഉരയുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ നമ്മൾ സോഫ്റ്റ് പാഡ് വെക്കുന്നതാണ്. അത് ജസ്റ്റ് നമ്മുടെ മരക്കഷ്ണങ്ങൾ കൊണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു എൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ ഈ റോപ്പും നമ്മളുടെ ഉയർത്തേണ്ട ലോഡും തമ്മിൽ അറ്റത്തിൽ ഇത് വെക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് അത് തമ്മിൽ കോണ്ടാക്ട് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ ടു പ്രൊട്ടക്ട് സ്ലിങ് ആൻഡ് എഡ്ജസ് ഓഫ് ദ ലോഡ് ആസ് വെൽ എന്നുള്ള. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് നമുക്ക് എന്താണ്, ലോഡും നമുക്ക് ഡാമേജ് ആവില്ല. ചിലപ്പോൾ സ്റ്റീലൊക്കെയാണ് നമ്മുടെ സ്ലിങ് എന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ ലോഡ് സോഫ്റ്റ് ആണെങ്കിൽ അത് ലോഡ് സോഫ്റ്റ് ആയതുകൊണ്ട് അത് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ രണ്ടും ഡാമേജ് ആവാതിരിക്കാനാണ് ഈ സോഫ്റ്റ് പാഡ് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നത്. ചെക്ക് ദ കണ്ടീഷൻ ഓഫ് ദ സ്ലിംഗ് ആൻഡ് കൺസിഡർ ദ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദ സ്ലിംഗ് എന്നുള്ളതാണ്. അപ്പോൾ സ്ലിങ്ങിന്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് ക്രാക്കോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര ലോഡാണ് ഇതിന് ക്യാരി ചെയ്യാൻ പറ്റുക പരമാവധി എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇത് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. ഏത് സ്ലിംഗ് ആണെങ്കിലും അത് രണ്ടും നമ്മൾ ചെക്ക് ചെയ്യണം. കണ്ടീഷനും അതുപോലെ തന്നെ എത്ര കപ്പാസിറ്റിയും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ശരിക്കും അതിൽ നോക്കാം. ഫിഗറിൽ നോക്കുമ്പോൾ നമ്മൾ വുഡ് പാക്കിങ് കണ്ടില്ലേ, ആ വുഡ് പാക്കിങ് വെച്ചത് കൊണ്ട് ഈ ലോഡുമായിട്ട് ഈ റോപ്പ് അല്ലെങ്കിൽ സ്ലിങ് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ. Fiber rope gets spoiled due to heat and in presence of toxic liquid and fumes. However, polypropylene ropes offer good resistance to water, chemicals and alkalis. They are stronger, reliable and durable comparing to other fiber ropes. അപ്പോൾ ഫൈബർ റോപ്പ് നമ്മൾ പറഞ്ഞല്ലോ ലൈറ്റർ ലോഡ് ഉയർത്താനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരം ഫൈബർ റോപ്സ് ഒക്കെ പെട്ടെന്ന് ചൂട് തട്ടുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ ടോക്സിക്, അതായത് വിഷാംശമുള്ള ദ്രാവകങ്ങളോ അല്ലെങ്കിൽ പുകയോ ഒക്കെ തട്ടുമ്പോൾ പെട്ടെന്ന് അത് കേട് വന്ന് പോകാൻ സാധ്യതയുണ്ടല്ലോ. നമുക്കറിയാം കയറൊക്കെ ഇപ്പോൾ അതിൽ ഒരുപാട് ഈ പുകയൊക്കെ തട്ടുന്ന സമയത്ത് അത് കുറേ കഴിയുമ്പോൾ അത് പെട്ടെന്ന് നശിച്ചു പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പോളിപ്രൊപ്പിലീൻ റോപ്സ് ഓക്കെ, അങ്ങനത്തെ പോളിപ്രൊപ്പിലീൻ കൊണ്ട് നിർമ്മിക്കുന്ന റോപ്പുകൾ അത് വന്നിട്ട് നമ്മുടെ ഈ കെമിക്കൽസോ ആൽക്കലീസോ ഒക്കെ ആയിട്ട് അത് പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അതിന് നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് പറയാം ഇത്തരം കെമിക്കൽസിനോടൊക്കെ. അപ്പോൾ പെട്ടെന്ന് അതുമായിട്ട് റിയാക്ട് ഒന്നും അത് ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് അത്തരം സാഹചര്യങ്ങളിൽ പോളിപ്രൊപ്പിലീൻ റോപ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. They are stronger, reliable and durable comparing to other. അപ്പോൾ ഫൈബർ റോപ്സ് എന്നെടുക്കുമ്പോൾ തന്നെ പോളിപ്രൊപ്പിലീൻ റോപ്സ് ആണ് ഏറ്റവും കൂടുതൽ ശക്തി ഏറിയതും അതുപോലെ തന്നെ കൂടുതൽ എന്താ പറയുക, കൂടുതലായിട്ട് നമുക്ക് അതിന് കൂടുതൽ ആയുസ്സുണ്ട് അതിന്. അപ്പോൾ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും, കൂടുതൽ സമയം ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ റിലയബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ മേഖലകളിലും അത് പരമാവധി മേഖലകളിലും ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഓൾവേസ് പ്രിപ്പയർ ദ സ്ലിംഗ് ടു കീപ് ദ ലോഡിംഗ് ലെവൽ ഇൻ വെൽ ബാലൻസ്ഡ് കണ്ടീഷൻ എന്നുള്ളതാണ്. അതായത് സ്ലിങ്ങിനെ നമ്മൾ എപ്പോഴും കറക്റ്റ് ലോഡ് എടുക്കാൻ കഴിയുന്ന രീതിയിൽ കറക്റ്റ് ബാലൻസ് ആയിട്ടായിരിക്കണം ഈ സ്ലിങ് ഉണ്ടാവുക. അപ്പോൾ ആ ബാലൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 2 ലെഗ്ഡ് സ്ലിങ് 3 ലെഗ്ഡ് സ്ലിങ് ഒക്കെ കറക്റ്റ് ബാലൻസ് ആയിരിക്കണം. അതിൻ്റെ ലെങ്ത്തുകളൊന്നും എന്താ പറയുക വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല ലെങ്ത്തുകൾ തമ്മിൽ. അപ്പം മാത്രമേ നമുക്ക് ഈ ലോഡിനെ ബാലൻസ് ആയിട്ട് നിർത്താൻ കഴിയുള്ളൂ. ഒരറ്റത്ത് മുകളിലും ഒരറ്റം താഴെയൊക്കെ ആണെങ്കിൽ 2 ലെഗ്ഡ് സ്ലിങ്ങിൽ നമ്മൾ ഒരു ഉദാഹരണം എടുക്കുമ്പോൾ അങ്ങനെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അത് ബാലൻസ് കിട്ടില്ല. അപ്പോൾ അത്തരം ബാലൻസ് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. Prepare a sling for the load within permissible angle as in figure 9, 30 degree, 90 degree, 120 degree. Lesser the angle, load carrying capacity of the slings is more. When the angle exceeds 120 degree, the load carrying capacity of the sling is reduced to half. അപ്പോൾ ഇവിടെ ആംഗിൾ നമുക്ക് ചിത്രത്തിൽ കാണാം.
ഈ ആംഗിളിന് ഒരു പരിധിയുണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. അത് 30 ഡിഗ്രി ആവാം, 90 ഡിഗ്രി ആവാം, അല്ലെങ്കിൽ 120 ഡിഗ്രി ആവാം. അപ്പോൾ ഈ ആംഗിള് കുറയുന്നതിനനുസരിച്ച് നമുക്ക് ലോഡ് ഉയർത്താനുള്ള കപ്പാസിറ്റി ഈ സ്ലിങ്ങിന് കൂടും എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ആംഗിൾ കുറയുമ്പോൾ രണ്ട് സ്ലിങ്ങും അടുത്തേക്ക് വരും. അപ്പോൾ കൂടുതൽ വെയിറ്റ് രണ്ട് സ്ലിങ് കൂടിയിട്ട് ഈക്വലായിട്ട് അതിന് ഷെയർ ചെയ്ത് എടുക്കാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ കൂടുതൽ വെയിറ്റ് യഥാർത്ഥത്തിൽ ഇത് കൃത്യം ഈ ലോഡിൻ്റെ നടുവിലായിരിക്കും ആക്ട് ചെയ്യുക. അപ്പോൾ ആംഗിൾ കുറയുമ്പോൾ രണ്ട് സ്ലിങ്സും ആ നടുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ വെയിറ്റ് ഇതിന് ഉയർത്താൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ 120 ഡിഗ്രിക്ക് മേലെ ആംഗിൾ കൂടുമ്പോൾ ഇതിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി അത് കൃത്യം പകുതിയായിട്ട് കുറയുമെന്നുള്ളതാണ്. അപ്പോൾ ആംഗിൾ കൂടുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിന്നും അത് നീങ്ങി പോകുന്നതാണ്. അതുകൊണ്ട് അതിന് കൂടുതൽ ലോഡ് ക്യാരി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Ensure about the safe working load of the chain and wire rope slings. അപ്പോൾ ഈ ചെയിനിനും വയർ റോപ്പ് സ്ലിങ്സിനും ഒരു ഏത് വർക്കിംഗ് ലോഡ് വരെയാണ് പരമാവധി അതിന് ഉയർത്താൻ കഴിയുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇത് ഉപയോഗിക്കുമ്പോൾ. ആ പരമാവധി ഉയർത്താൻ കഴിയുന്ന ലോഡിനെയാണ് നമ്മൾ സേഫ് വർക്കിംഗ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ലോഡ് നമ്മൾ അതിലേക്ക് കൊടുക്കുമ്പോൾ ഈ ചെയിനോ വയർ റോപ്പോ ഒക്കെ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ചെയിൻസ് ഷുഡ് നോട്ട് ബി ട്വിസ്റ്റഡ് ഫോർ സ്ലിങ്ങിങ്. അപ്പോൾ ഈ ഉയർത്തുമ്പോൾ അത് ഒരിക്കലും ചെയിനിന് നമ്മൾ ട്വിസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് അതിൻ്റെ ലോക്ക് വിട്ടിട്ട് ഈ ലിങ്ക് പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. അവോയ്ഡ് ഫോർമേഷൻ ഓഫ് ലൂപ്പ് ഇൻ വയർ റോപ്പ് സ്ലിങ്സ് വിച്ച് വിൽ ലീഡ് ടു ഡാമേജ്. ഇപ്പോൾ വയർ റോപ്പ്, നമ്മൾ മുമ്പ് കണ്ട വയർ റോപ്പ്, അത് വന്നിട്ട് ലൂപ്പ് പോലെ ആവാൻ പാടില്ല. ലൂപ്പ് പോലെ എന്ന് പറയുമ്പോൾ അത് സർക്കിളായിട്ട് അത് ആവുമ്പോൾ, അങ്ങനെ സർക്കിളായിട്ട് അത് ഒരു ലൂപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ലൂപ്പ് ഫോം ചെയ്യുന്നത് നമ്മൾ തടഞ്ഞു നിർത്തണം. അവോയ്ഡിങ് റൈഡിങ് ഓൺ ദ ലോഡ്. അപ്പോൾ ലോഡ് നമുക്ക് ഒരിക്കലും ലോഡ് വെച്ച ശേഷം അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലിങ്ങിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല. യൂസ് ഗൈഡ് റോപ്പ് ഫോർ ലെങ്തി ആർട്ടിക്കിൾ ബീങ് ഹാൻഡിൽഡ് ബൈ എ സിംഗിൾ ക്രെയിൻ. ഇപ്പോൾ നീളം കൂടുതലായിട്ടുള്ള ലോഡ്സ് ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് വേറൊരു എക്സ്ട്രാ റോപ്പ്, അതിന് നമ്മൾ ഗൈഡ് റോപ്പ് എന്ന് പറയും, അത് ഒരു ക്രെയിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ അതും കൂടി ഗൈഡ് റോപ്പും കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. Avoid putting a sling round a radius of less than 3 times the rope diameter. അപ്പോൾ റോപ്പ് ഡയമീറ്ററിൻ്റെ 3 ഇരട്ടി ആണ് പരമാവധി നമ്മളുടെ സ്ലിങ്ങിൻ്റെ, നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ സ്ലിങ്ങിൻ്റെ ഈ റിങ് തൊട്ടിട്ട് ആ ഹുക്ക് വരെയുള്ള അതിനെയാണ് നമ്മൾ ആ ലെങ്ത്, ഇഫക്റ്റീവ് ലെങ്ത് പറഞ്ഞല്ലോ, അതാണ് റേഡിയസ് സ്ലിങ്ങിൻ്റെ. ഈ റേഡിയസ് അത് എന്തായിരിക്കണം? അത് ലെസ് ദാൻ 3 times ദ റോപ്പിൻ്റെ ഡയമീറ്റർ ആവാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ റോപ്പ് വളരെ ചെറുതായിരിക്കും. അപ്പോൾ ആ റോപ്പിൻ്റെ ഡയമീറ്ററിൻ്റെ 3 ഇരട്ടി എങ്കിലും മിനിമം നമ്മൾ ഈ ഇഫക്റ്റീവ് ലെങ്ത് അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ദ സ്ലിങ് ഉണ്ടാവണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത് സ്ലിങ് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. Sling cylindrical object with wire rope wherein bite angle should not exceed 120 degree. അപ്പോൾ സിലിണ്ടറിക്കൽ ഒബ്ജക്റ്റ് ഒക്കെ നമ്മൾ ഉയർത്തുമ്പോൾ നമ്മൾക്ക് ചിത്രത്തിൽ കാണാം അതൊരു വയർ റോപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ അതൊരു റൗണ്ട് ഷേപ്പ്, നമ്മുടെ ഏത് ലോഡാണോ ഉയർത്തുക അതിൻ്റെ ഡയമീറ്ററിന് അനുസരിച്ചുള്ള ഒരു ഷേപ്പായിട്ടായിരിക്കും നമ്മൾ വയർ റോപ്പ് ഉപയോഗിക്കുക. അപ്പോൾ അവിടെ ബൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചിത്രത്തിൽ കാണാം അവിടെ ആ ആംഗിൾ 120 ഡിഗ്രിയാണ് മാക്സിമം ഉണ്ടാവേണ്ടത്. അതിൽ കൂടുതൽ അത് ആംഗിൾ കൂടാൻ പാടില്ല. ഓൾവേസ് കീപ് യുവർ സെൽഫ് അവേ ഫ്രം ദ സസ്പെൻഡഡ് ലോഡ്. അപ്പോൾ ലോഡിന് അടുത്ത് നമ്മൾ ഒരിക്കലും നിൽക്കരുത്. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ വർക്ക് ഓൾവേസ് റിട്ടേൺ ദ ഹുക്ക് ഫാഷൻ
to the master ring. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എപ്പോഴും ഹൂക്ക് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഈ ഹൂക്കിനെ നമ്മൾ എപ്പോഴും ടൈറ്റ് ചെയ്യണം. മാസ്റ്റർ റിങ്ങിലേക്ക് ടൈറ്റ് ചെയ്യല്ല, നമ്മൾ എടുത്തു വെക്കണം എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ നമ്മളെ വർക്കിന് ശേഷം ഈ റോപ്പ് താഴെ തൂങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഹൂക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ അത് പെട്ടെന്ന് എന്തെങ്കിലും അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹൂക്ക് എടുത്തിട്ട് നമ്മൾ റിങ്ങിലേക്ക് എടുത്തു വെക്കണം. അതിനെയാണ് നമ്മൾ ഫാസ്റ്റൻ ടു ദ മാസ്റ്റർ റിംഗ് എന്ന് പറയുന്നത്. ഇനി ഷാക്കിൾസ് എന്താണെന്ന് നോക്കാം. These are used for holding rings, eyes and hook which allow slings to adjust themselves easily to prevent bends, kinks, etc. in wire ropes. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ റിങ്സിനെ ഹോൾഡ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ മുൻപ് പറഞ്ഞല്ലോ ഐസ്, അത് ഒരു ഹൂക്കാണ്, ഒരു ടൈപ്പ് ഹൂക്കാണ്. അതിനെയൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലിങ്സിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഷാക്കിൾ എന്ന് പറയുന്നത്. ടു അഡ്ജസ്റ്റ് ദംസെൽസ് ഈസിലി ടു പ്രിവെന്റ് ബെൻഡ്സ്, കിങ്സ് എക്സെട്ര ഇൻ വയർ റോപ്പ്. അപ്പോൾ ഈ വയർ റോപ്പ് ബെൻഡ് ചെയ്യാതിരിക്കാനും അത് പെട്ടെന്ന് ഡാമേജ് ആവാതിരിക്കാനുമാണ് നമ്മൾ ഈ ഷാക്കിൾ ഉപയോഗിക്കുന്നത്. ദേ ആർ ഓഫൻ യൂസ്ഡ് ടു ജോയിൻ ടുഗദർ ദ എൻഡ്സ് ഓഫ് സ്ലിങ്സ്. അപ്പോൾ സ്ലിങ്സിൻ്റെ രണ്ട് അറ്റം നമുക്ക് ചിത്രത്തിൽ കാണാം. ഡി ഷാക്കിളാണ്, നമ്മൾ മുൻപ് പറഞ്ഞല്ലോ ഡി ഷാക്കിൾ. അപ്പോൾ ഈ ഡി ഷേപ്പ് ആയതുകൊണ്ടാണ് അതിന് ഡി ഷാക്കിൾ എന്ന് പേര് വന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഈ ഷാക്കിള് നമുക്ക് കാണാം. ഇത് ഒരു വയർ റോപ്പ് ആണെങ്കിൽ, ആ ഡി ഷേപ്പിലുള്ളത് ഒരു വയർ റോപ്പ് ആണെങ്കിൽ അതിൻ്റെ രണ്ട് അറ്റവും കൂടിയിട്ട് ചേർത്ത് ഒരു ബോൾട്ട് പോലെ നമുക്ക് ടൈറ്റ് ചെയ്യാൻ കഴിയും. ഇത് തന്നെയാണ് നമുക്ക് ഈ ഇവിടെ ഉദ്ദേശിച്ചത്. രണ്ട് സ്ലിങ്സിൻ്റെ രണ്ട് അറ്റങ്ങളിൽ ചേർത്ത് വെക്കാനും ഇത് ഉപയോഗിക്കുമെന്നുള്ളത്. ബോ ഷാക്കിൾ ആൻഡ് ഡി ഷാക്കിൾ ആർ ഷോൺ ഇൻ ഫിഗർ 11A and B. അപ്പോൾ അതാണ് ഈ ബോ ഷാക്കിൾ പറയുന്നത്. അതൊരു വില്ലിൻ്റെ ഒരു ഷേപ്പാണ്, അതുകൊണ്ടാണ് അത് ബോ ഷാക്കിൾ. ഡി ഷേപ്പ് ആയതുകൊണ്ട് അത് ഡി ഷാക്കിളാണ്. അപ്പോൾ ഡി ഷാക്കിളാണ് ഈ ഫിഗർ ബിയിലുള്ളത്, ബോ എന്നുള്ളത് ഈ എയിലുള്ളതാണ്. അപ്പോൾ അതേപോലെ ഡൈനാമോ ഐ ബോൾട്ട് നമുക്ക് കാണാം ഫിഗർ 12A. അപ്പോൾ 12A ഇതാണ് നമ്മളുടെ യഥാർത്ഥത്തിൽ ഐ ബോൾട്ട്. ഒരു ഐസിൻ്റെ ഒരു ഷേപ്പാണ്, ഒരു ഓവൽ ഷേപ്പാണ്. These are used commonly to lift vertical loads such as dynamo and other loads, provided with screwed holes to fit eye bolt. അപ്പോൾ ഈ ഐ ബോൾട്ട് നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ താഴെ ഒരു ത്രെഡഡ് ആയിട്ടുള്ള ഒരു സ്ക്രൂ, ഒരു ത്രെഡഡ് ആയിട്ടുള്ള ഒരു സ്ക്രൂ ആണുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ആ ഹോളിൽ ഏത് ഭാഗത്താണ് ഇത് വെക്കേണ്ടത് ആ ഭാഗത്ത് നമ്മൾ സ്ക്രൂ ചെയ്തിട്ടാണ് ഇത് അവിടെ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ലോഡ് മൂവ്മെൻ്റ് ഉള്ള ലോഡ്സ്, ഇപ്പോൾ സ്റ്റാറ്റിക് അല്ല, സ്റ്റേഷനറി അല്ല, നീങ്ങിക്കൊണ്ടേയിരിക്കുന്ന അത്തരം ലോഡ്സിനെ ഉയർത്താനാണ് ഈ ഐ ബോൾട്ട് ഉപയോഗിക്കുന്നത്. ഐ ബോൾട്ട് പറയുമ്പോൾ അത് ഫിക്സഡ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവും. മറ്റേ ഷാക്കിളിനെ ഉപേക്ഷിച്ച് ഐ ബോൾട്ട്സിന് കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവും. അതിലെ ലിങ്ക് ഐ ബോൾട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ചെയിനിൻ്റെ ഒരു ലിങ്കാണ് ഈ താഴത്തെ സ്ക്രൂവിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട്. അപ്പോൾ ഈ സ്ക്രൂ വന്നിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത ശേഷം നമുക്കൊരു ലിങ്ക് പുറത്തേക്ക് കിട്ടും. അപ്പോൾ അതാണ് നമ്മളുടെ മറ്റൊരു ഐ ബോൾട്ട് വിത്ത് ലിങ്ക് എന്ന് പറയുന്നത്. അടുത്തത് സ്ലിംഗിങ് ഹുക്ക്. ഹുക്സ് ആർ യൂസ്ഡ് ഇൻ ചെയിൻ ആൻഡ് വയർ റോപ്പ് ഫോർ ആങ്കറിങ് ലോഡ്. അപ്പോൾ ലോഡിന് ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് വയർ റോപ്പ് ആണെങ്കിലും ചെയിനിലാണെങ്കിലും ലോഡുമായിട്ട് കോണ്ടാക്ട് വരുന്ന ആ പാർട്ടാണ് ഹൂക്സ് എന്ന് പറയുന്നത്. എ ഫ്യൂ കോമൺ ടൈപ്സ് ആർ ഷോൺ. നമുക്ക് ഫിഗറിൽ നോക്കാം, ഫിഗർ 13. ദീസ് ഹൂക്സ് ആർ മെയ്ഡ് ഓഫ് ഹൈ ടെൻസൈൽ സ്റ്റീൽ ആൻഡ് ഡ്രോപ്പ് ഫോർജ്ഡ് ടു ദ ഷേപ്പ്. അപ്പോൾ ഈ ഹൂക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അത് ഹൈ ടെൻസൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഹൈ ടെൻസൈൽ സ്റ്റീൽ പറയുമ്പോൾ ടെൻസൈൽ സ്ട്രെങ്ത് വളരെയധികം കൂടുതലാണ്. അതായത് ഇപ്പോൾ നമ്മൾ ലോഡ് ഉയർത്തുമ്പോൾ ഇതിനെ പുള്ളി ചെയ്യുന്ന ഒരു ഫോഴ്സാണ് ഇതിലേക്ക് ആക്ട് ചെയ്യുക. അപ്പോൾ ഇതിനെ പുള്ളി ചെയ്യും ഫോഴ്സ്. അപ്പോൾ പുള്ളി ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് ഇലോങ്ങേറ്റ് ആവാൻ പാടില്ല, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അത് വലിയാൻ പാടില്ല, ഡക്റ്റൈൽ ആവാൻ പാടില്ല. അപ്പോൾ ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലാണ് എന്ന് പറയുമ്പോൾ
ഇതിന് പുള്ള് ചെയ്യാൻ അല്ലെങ്കിൽ അത് വലിച്ചു നീട്ടാൻ കൂടുതൽ ലോഡ് നമുക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അതിൻ്റെ മറ്റൊരു അർത്ഥം ഇതിന് കൂടുതൽ ലോഡ് ക്യാരി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹൈ ടെൻസൈൽ സ്റ്റീൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഈ മെറ്റീരിയലിനെ നമ്മൾ ഫോർജ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഫോർജിങ് ഓപ്പറേഷൻ അത് വെച്ചിട്ടാണ് നമുക്ക് ഏത് ഷേപ്പ് വേണോ ആ ഷേപ്പിലേക്ക് നമ്മൾ ഇത് നിർമ്മിച്ചെടുക്കുന്നത്. അപ്പോൾ ഫിഗറിൽ നമുക്ക് നോക്കാം. ആദ്യത്തേത് ഐ ഹുക്കാണ്, രണ്ടാമത്തേത് ഐ ഹുക്ക് വിത്ത് സേഫ്റ്റി ക്യാച്ച്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇത് ലോഡ് ഉള്ളിലേക്ക് വെച്ച്, അതായത് ഈ ലോഡ് നമ്മൾ ഉള്ളിലേക്ക് ലോഡിൻ്റെ ഈ റോപ്പോ എന്തെങ്കിലും ഉള്ളിലേക്ക് എടുത്തു വെച്ച ശേഷം അത് പുറത്തേക്ക് പോവാതിരിക്കാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ഒരു റോഡ് വെച്ചിട്ടുണ്ട്. അതായത് രണ്ടാമത്തെ ഫിഗർ. മൂന്നാമത്തേതിൽ സ്വൈവൽ സ്പ്രിംഗ് സേഫ്റ്റി ഹുക്ക്. അപ്പോൾ ഇത് വന്നിട്ട് ഇതിൻ്റെ താഴത്തെ ഈ ഹുക്ക് വന്നിട്ട് നമുക്ക് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മുൻപ് പറഞ്ഞു സ്വൈവൽ എന്ന് പറയുമ്പോൾ മേലത്തെ ഭാഗം ഫിക്സ് ചെയ്ത് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ താഴത്തെ ഭാഗം 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ബാരൽ ഹുക്ക് പറയുമ്പോൾ ഒരു മുകളിൽ ഒരു റിംഗ് ടൈപ്പ് ആണ്. ഈ താഴെ വന്നിട്ട് ഒരു ജസ്റ്റ് ഒരു എക്സാക്റ്റ് റൗണ്ട് അല്ല, പക്ഷെ ഒരു തരം കർവ്ഡ് ഷേപ്പ്, ഇതിന് ബാരൽ ഷേപ്പ്, അതുകൊണ്ട് ബാരൽ ഹുക്ക്. ഇനി അടുത്തത് ചെയിൻ ക്ലച്ച് ഹുക്ക്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. ഈ ബാരൽ ഹുക്കിന് തന്നെ നടുവിൽ ഒരു കട്ട് ഉണ്ട്, നടുവിൽ ഒരു ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ചെയിൻ ക്ലച്ച് ഹുക്ക് എന്ന് പറയുന്നത്. ഐ ഹുക്ക് ഫിഗർ 13A ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഹാൻഡ്ലിംഗ് ലോഡ് ബൈ ദ ക്രെയിൻ. അപ്പോൾ നമുക്ക് ക്രെയിൻസിലൊക്കെ നമുക്ക് കാണുന്നതാണ് ഐ ഹുക്ക്. ഇനി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ബിസ് ഹാസ് റെക്കമെൻഡഡ് ഇൻ ഐ ഹുക്ക് വിത്ത് സേഫ്റ്റി ക്യാച്ച് ഫോർ ജനറൽ ഹാൻഡ്ലിംഗ് പർപ്പസസ്. അപ്പോൾ അതാണ് സാധാരണ നമ്മൾ ഇൻഡസ്ട്രീസിലൊക്കെ ജനറലായിട്ട് കോമൺ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഈ സേഫ്റ്റി ക്യാച്ചുള്ള ഫിഗർ 13Bയിലുള്ള ടൈപ്പ് ഹുക്കാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി സ്വൈവൽ സ്പ്രിംഗ് സേഫ്റ്റി ഹുക്ക് 13Cയിൽ കാണുന്നത് ഇസ് കാപ്പബിൾ ഓഫ് ടേണിംഗ് അറൗണ്ട് ആൻഡ് അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് ടു പ്രിവെൻറ്റ് ട്വിസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ ഈ ചിലപ്പോൾ നമ്മൾ ലോഡ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ മുകളിലുള്ള ഈ സ്ലിങ് ചിലപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്ത് അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത്തരം സാഹചര്യങ്ങളിൽ, ഈ റൊട്ടേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സ്വൈവൽ സ്പ്രിംഗ് സേഫ്റ്റി ഹുക്ക് ഉപയോഗിക്കാം. ബാരൽ ഹുക്ക് ഫിഗർ 13D ഈസ് യൂസ്ഡ് ഫോർ ഹാൻഡ്ലിംഗ് ബാരൽസ്. അപ്പോൾ നമുക്കറിയാം ബാരൽ ഹുക്കിൽ ഹുക്കിൻ്റെ ഭാഗത്ത് ഒരു ബാരൽ ഷേപ്പാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാരൽ ഷേപ്പ് ഉള്ള സാധനങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ അത് ഉപയോഗിക്കാം. ചെയിൻ ക്ലച്ച് ഹുക്ക് 13E ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫാസ്റ്റനിങ് ടു എനി പോർഷൻ ഓഫ് ദ ചെയിൻ ആഫ്റ്റർ റാപ്പിംഗ് അറൗണ്ട് ദ ലോഡ്. അപ്പോൾ അതായത് ലോഡ് നമ്മൾ അതിലേക്ക് ചുറ്റി വെച്ച ശേഷം നമുക്ക് ഈ ചെയിനിൻ്റെ ഏത് ഭാഗത്തേക്ക് വെച്ചിട്ടാണെങ്കിലും അത് വെച്ച് മുറുക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഹുക്കാണ് ചെയിൻ ക്ലച്ച് ഹുക്ക്. ചെയിൻസ് ഉള്ള ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസിൽ ഇത്തരം ഹുക്സ് നമുക്ക് ഉപയോഗിക്കാം. കാർഗോ ഹുക്ക് ഫിഗർ 14Aയിലേക്ക് നോക്കാം. ഈസ് യൂസ്ഡ് ഫോർ ഹാൻഡ്ലിംഗ് ജനറൽ കാർഗോ ഇൻ പോർട്ട്. അപ്പോൾ നമ്മുടെ ഈ സീ പോർട്ട്, അതിലൊക്കെ നമ്മൾ കാർഗോ ഷിപ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക തരം ഹുക്കാണ്, അതിൻ്റെ പേരാണ് കാർഗോ ഹുക്ക് എന്ന് പറയുന്നത്. ഇനി റാംഷോം ഹുക്ക് ഫിഗർ 14B ഈസ് യൂസ്ഡ് ഇൻ ഹെവി ഡ്യൂട്ടി ക്രെയിൻ ടു ഫാസ്റ്റൻ ദ സ്ലിംഗ് ഫ്രം ബോത്ത് സൈഡ്സ് ഓഫ് ദ ഹുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ലിംഗ് ആണെങ്കിലും ഇപ്പോൾ കൂടുതൽ വെയിറ്റ് ആണ് അത് ഉയർത്തുന്നത് എന്ന് പറയുമ്പോൾ, അപ്പോൾ അത് ഹുക്ക് ഒരു സൈഡ് മാത്രമാകുമ്പോൾ ചിലപ്പോൾ ഹെവി ഡ്യൂട്ടി കൂടുതൽ വെയിറ്റ് ഉള്ള ആപ്ലിക്കേഷൻസിലാണ് അത് ചിലപ്പോൾ സാധ്യമാവില്ല, ഒരു സൈഡ് മാത്രം ഹുക്കാണെങ്കിൽ. അപ്പോൾ രണ്ട് സൈഡ് ഹുക്കാണെങ്കിൽ ഈ സ്ലിംഗ് നമുക്ക് രണ്ട് സൈഡും ചുറ്റിയിട്ട് നമുക്ക് ഉയർത്താൻ കഴിയും. അപ്പോൾ ഇത്തരം ടൈപ്പ് ഓഫ് ഹുക്സിനെയാണ് നമ്മൾ റാംഷോം ഹുക്ക് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ജോയിസ്റ്റ് ഓർ ഗിർഡർ ഹുക്ക് യൂസ്ഡ് ഫോർ ഹാൻഡ്ലിംഗ് ജോയിസ് ഓർ ഗിർഡേഴ്സ്. നമ്മൾ ചിത്രത്തിൽ കാണാം, നമ്മൾ രണ്ടാമത്തെ ചിത്രത്തിൽ നമുക്ക് നോക്കാം. ഈ ഗിർഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ബ്രിഡ്ജസ് ഒക്കെ നിർമ്മിക്കുമ്പോൾ, ഇപ്പോൾ റെയിൽവേ ബ്രിഡ്ജസ് അല്ലെങ്കിൽ നമ്മളുടെ നോർമൽ ബ്രിഡ്ജസിലൊക്കെ ഈ താഴത്തെ ഭാഗം ഗിർഡേഴ്സും അതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ, അത് ചിലപ്പോൾ സ്റ്റീൽ സ്ട്രക്ചർ ആവാം, അല്ലെങ്കിൽ വുഡ് സ്ട്രക്ചർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഈ താഴെ വെക്കുന്നത് ഗിർഡേഴ്സ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വെക്കുന്നത് ജോയിസ്റ്റ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ നമുക്ക് ഉയർത്താനും ഹാൻഡിൽ ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം ഒരു എക്സ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഹുക്കാണ് ഈ ജോയിസ്റ്റ് ഓർ ഗിർഡർ ഹുക്സ് എന്ന് പറയുന്നത്. ലിഫ്റ്റിംഗ് ക്ലാംപ്സ് നോക്കാം. ലിഫ്റ്റിംഗ് ക്ലാംപ്സ് ആർ ഓഫ് വേരിയസ് ഡിസൈൻസ് ടു സ്യൂട്ട് ദ ആപ്ലിക്കേഷൻ. അപ്പോൾ വിവിധ ഡിസൈൻസിൽ അത് അവൈലബിൾ ആണ്, ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ചാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്.
Vertical and horizontal plate lifting clamps as shown in figure 15A and B respectively are used for lifting plates vertically and horizontally. അപ്പോൾ നമുക്ക് ഫിഗർ 15Aയും B നോക്കാം. ആദ്യത്തേത് വെർട്ടിക്കൽ പ്ലേറ്റ് ലിഫ്റ്റിംഗ് ക്ലാമ്പ് ആണ്. അപ്പോൾ ഈ നമ്മൾ പ്ലേറ്റ്സ് ഒക്കെ വെർട്ടിക്കലി, അതായത് നേരെ മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ ഒക്കെ ഉയർത്താനും താഴ്ത്താനൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം ക്ലാമ്പാണ് ഈ വെർട്ടിക്കൽ പ്ലേറ്റ് ക്ലാമ്പ്. ഈ ഹൊറിസോണ്ടൽ പ്ലേറ്റ് ലിഫ്റ്റിംഗ് ക്ലാമ്പ് പറയുമ്പോൾ അത് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ഡയറക്ഷനിലോ അത് ലെഫ്റ്റ് റൈറ്റ് അങ്ങനത്തെ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലേറ്റ്സിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലാമ്പാണ് ഈ ഹൊറിസോണ്ടൽ പ്ലേറ്റ് ലിഫ്റ്റിംഗ് ക്ലാമ്പ്. അപ്പോൾ as the tension is applied to the rope or chain, the jaws grip the plate tightly for effective lifting. Okay. അപ്പോൾ ഇതിൽ നമ്മൾ റോപ്പിൽ അപ്പോൾ നമുക്ക് ഇതിൽ കാണാം, ഇതിൽ മുകളിലുള്ള ഇപ്പോൾ ഫിഗർ വെർട്ടിക്കൽ പ്ലേറ്റിലേക്ക് ശ്രദ്ധിക്കാം, ലിഫ്റ്റിംഗ് ക്ലാമ്പിലേക്ക്. അപ്പോൾ അതിൽ മുകളിൽ ഒരു ലിങ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ലിങ്കിലേക്കായിരിക്കും നമ്മളുടെ ഈ സ്ലിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. അതായത് അത് റോപ്പ് ആവാം അല്ലെങ്കിൽ ചെയിൻ സ്ലിങ് ആവാം. അപ്പോൾ അത് അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ നമ്മളുടെ സ്ലിങ് മുകളിലേക്ക് വലിക്കുമ്പോൾ ഈ ലിങ്ക് ഈ താഴത്തെ ലിങ്കിന് മുകളിലേക്ക് വലിക്കും. അപ്പോൾ ഇത് മുകളിലേക്ക് വലിക്കുമ്പോൾ ഈ താഴത്തെ ആ ഒരു ടീത്ത് പോലെയുള്ള ആ ഒരു ഗ്യാപ്പ് അത് ടൈറ്റ് ആവും. അപ്പം അത് ടൈറ്റ് ആവും എന്ന് പറയുമ്പോൾ അതിന് മുൻപ് നമ്മൾ ഈ ലോഡ് അതിൽ വെച്ചിട്ടുണ്ടാവും, എന്നിട്ടാണ് ഈ മുകളിലേക്ക് നമ്മൾ ഈ ലിങ്ക് ഉയർത്തുന്നത്. അപ്പോൾ ഇത് കൃത്യം ടൈറ്റ് ആയിട്ട് അത് കൃത്യം ഇഫക്റ്റീവായിട്ട് നമുക്കത് നിർത്താൻ സാധിക്കും. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് നിർത്തിയ ശേഷം നമുക്ക് നമ്മുടെ പ്ലേറ്റിനെ ഉയർത്താനും താഴ്ത്താനും കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഗ്രിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ടൈറ്റായിട്ട് അതിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ലിങ്ക്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി അതേപോലെ തന്നെയാണ് ഇപ്പം നമുക്ക് രണ്ടാമത്തെ ഹൊറിസോണ്ടൽ പ്ലേറ്റ് ലിഫ്റ്റിംഗ് ക്ലാമ്പിലേക്ക് നോക്കാം. അവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഈ രണ്ട് ഗ്യാപ്പിനിടയിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, മുകളിൽ നമ്മുടെ റോപ്പ് ടെൻഷൻ നമുക്ക് കാണാം. അപ്പോൾ റോപ്പ് ടെൻഷൻ എന്ന് പറയുമ്പോൾ റോപ്പ് അവിടെ നിന്ന് പുള്ളി ചെയ്യുമ്പോൾ ഈ ലിങ്ക് അങ്ങോട്ട് നീങ്ങും. അപ്പോൾ ഈ താഴത്തെ ലിങ്ക് വളഞ്ഞിട്ട് ഈ മുകളിലത്തെ ആ ഒരു ഭാഗത്തിന് അത് പ്രസ് ചെയ്യുമ്പോൾ സ്റ്റീൽ പ്ലേറ്റ് കൃത്യം അവിടെ ടൈറ്റായിട്ട് ഗ്രിപ്പ് ചെയ്ത് നിൽക്കും. അങ്ങനെയാണ് നമ്മൾ അവിടെ പിടിപ്പിച്ച് നിർത്തുന്നത്. ഓക്കെ, സ്ലിംഗ് ലോഡ് ഫോർ ഷിഫ്റ്റിങ്ങിൻ്റെ ഒന്നാം ഭാഗം ഇവിടെ പൂർത്തിയായിരിക്കുന്നു. നമ്മൾ ഇന്ന് പഠിച്ചത് ആദ്യം ചെയിൻ സ്ലിങ്സിനെ കുറിച്ച് പഠിച്ചു, വയർ റോപ്പ് സ്ലിങ്സിനെ കുറിച്ച് പഠിച്ചു, ഷാക്കിൾസ്, ലിഫ്റ്റിംഗ് ക്ലാംപ്സ്, അതുപോലെ സ്ലിങ്ങിങ് ഹുക്സ് എന്നിവയൊക്കെ പഠിച്ചു. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും കൺസ്ട്രക്ഷനും എല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ചാനൽ.